السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അവർക്ക്, അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടി എൻ്റെ നാട്ടുകാർ, ഞാൻ നിങ്ങൾക്ക് കുടുംബബന്ധം പുലർത്തുന്നതിനെ പറ്റി അല്പം പറയാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഉപദേശം പറയുകയാണ്. മോനെ അബൂദർറേ, വഅമറനി അൻ അസിലർ റഹിം വഇൻ അദ്ബറത്. മോനെ അബൂദർറേ, നീ കുടുംബബന്ധം നന്നായി ചേർക്കണം. അവർ നിന്നോട് ബന്ധം ഉണ്ടാകട്ടെ ഉണ്ടാതിരിക്കട്ടെ. മോനെ അബൂദർറേ, നീ കുടുംബബന്ധം നന്നായി ചേർക്കണം. മാത്രവുമല്ല, കുടുംബബന്ധം പുലർത്തുന്ന നന്മയേക്കാൾ മുകളിൽ പറക്കുന്ന ഒരു നന്മയും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഒരു ദിവസം നബി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ഇഖ്റാ ബിസ്മി ഒക്കെ കിട്ടി. ബേജായിൽ മഹദിയായ ഖദീജ ഉമ്മാന്റെ വീട്ടിലേക്ക് ചെന്നു. അന്തരീക്ഷം ഒന്നും ശാന്തമായപ്പോൾ മഹദിയായ ഖദീജ ഉമ്മ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്താണ് സംഭവിച്ചത്? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് മഹദിയായ ഖദീജ ഉമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, വല്ലാഹി ലാ യുസികല്ലാഹു അബദാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹു തആല നിങ്ങളെ ഒരിക്കലും കൈവെടിയൂല. ബിക്കോസ് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞതറിയോ? ഇന്നക ലതസിലുർ റഹിം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നിങ്ങൾ കുടുംബബന്ധം നന്നായി ചേർക്കുന്ന ആളല്ലേ എന്നാണ് ഖദീജ ഉമ്മ അവിടെന്ന് പറഞ്ഞത്. ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഹംസ തങ്ങളെ കൊല്ലപ്പെട്ടപ്പോൾ ആ മുറിവ്, ആ വേദനം കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോയി. ആ കരഞ്ഞതിനെ പറ്റിയുള്ള കിതാബുണ്ടല്ലോ, മവാഖിഫു ബകാ ഫി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കിതാബിൽ മാത്രവുമല്ല, അൽ മിനനുൽ മക്കിയയിലും ഇതേപോലത്തെ സംഭവമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികമായി കരഞ്ഞത് ഹംസ തങ്ങൾ കൊല്ലപ്പെട്ട സന്ദർഭത്തിലാണ്. ഹംസ തങ്ങളെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഹംസ തങ്ങളെ കാലിലേക്ക് ചാട്ടൂൽ എറിഞ്ഞ് വീണുപോയ ഹംസ തങ്ങൾ, അപ്പോൾ ശത്രുക്കൾ വന്ന് രണ്ട് കാലിനെ ചവിട്ടി വിരിച്ചു, രണ്ട് കൈയിനെ ചവിട്ടി വിരിച്ചു. അനങ്ങാനായില്ല ഹംസ തങ്ങൾക്ക്. എന്നിട്ടാണ് ശത്രുക്കൾ ഹംസ തങ്ങളെ കഴുത്ത് മുതൽ പൊക്കുൽ വരെ കീറി. പിന്നിട്ടാണ് ഹംസ തങ്ങളെ വലിച്ചു തീറുന്നത് തൊലിയെ. എന്നിട്ടാണ് കരല് ചവച്ച് തുപ്പുന്നത്. കണ്ണ് മുറിച്ചോ, കാത് കട്ടാക്കി. ആ വേദനം കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ മുറിവിന്റെ സമയത്തിലും പറഞ്ഞത് എന്താണെന്നറിയോ? യാ ഹംസ യാ അമ്മൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ ഹംസ തങ്ങളെ, എൻ്റെ അലാപായ ഹംസ തങ്ങളെ. ആ മുറിവ് സന്ദർഭത്തിലും ഹംസ തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നക ലറസൂലുർ റഹീം. ഹംസ തങ്ങളെ, നിങ്ങൾ കുടുംബബന്ധം നന്നായി ചേർക്കുന്ന ആളല്ലേ എന്നാണ്. അത്ര വലിയ നന്മയെ കൊണ്ടാണ് ഹംസ തങ്ങൾക്ക് അത്രയുള്ള വിലാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടുള്ളത്. എത്ര വലിയ ഖാദി ഖുദാത്തായാലും, എത്ര വലിയ സ്ഥാനമുണ്ടെങ്കിലും, എത്ര വലിയ ഉസ്താദാണെങ്കിലും, കുടുംബബന്ധത്തെ പുലർത്തുന്ന നന്മയേക്കാൾ മുകളിൽ പറക്കുന്ന ഒരു നന്മയും നമുക്ക് കാണാൻ പറ്റൂല. പെങ്ങന്മാരെ സ്നേഹിക്കണം, അനുജന്മാരെ സ്നേഹിക്കണം.
ജ്യേഷ്ഠന്മാരെ സ്നേഹിക്കണം. മക്കൾ വാപ്പ ഉമ്മയെ എങ്ങനെ സ്നേഹിക്കുമോ അതേപോലെ ജ്യേഷ്ഠൻ അനിയനെ സ്നേഹിക്കണം എന്ന് അസ്നൽ മതാലിബ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമല്ലോ ചിത്താരി ഉസ്താദിനെ പറ്റി. ആ ചിത്താരി ഉസ്താദിനെ പറ്റി അവിടെ നിന്ന് ശിഷ്യന്മാർ ചിത്താരി ഉസ്താദിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ചിത്താരി ഉസ്താദ് കുടുംബ ബന്ധം പുലർത്തുന്ന രംഗത്തിൽ റാങ്ക് നമ്പർ 1 എന്നാണ്. തംബിയുൽ ഗാഫിലൂനില് സിലത്തുർ റഹിമിനെ പറ്റി ഒരു ബാബ് തന്നെ ഉണ്ടോ, ആ ബാബിന്റെ ഉള്ളിൽ ഒരു 10 കാര്യമുണ്ടോ, ആ 10 കാര്യത്തിൽ അവസാനത്തെ 10ാമത്തെ കാര്യം നിങ്ങളോട് പറയുകയാണ്. നമ്മൾ മരിക്കുന്ന സമയത്തിൽ നമ്മളെ പറ്റി നാട്ടുകാർ നമ്മളെ പറ്റി നന്മ പറയണം. ആ മഹ്മൂദാക്ക മരിച്ചല്ലോ, ആ മഹ്മൂദാക്ക അവരുടെ പേരമക്കളെയും അവരുടെ മക്കളെയും എങ്ങനെയാണ് നോക്കിയത്, അങ്ങനെയുള്ള സ്ഥാനം നമ്മൾ എടുക്കണം. ലോകത്തെ മൊത്തം ഞങ്ങൾ സരിപ്പെടുത്തും, പക്ഷേ ഞങ്ങളെ കുടുംബ ബന്ധത്തെ പുലർത്താൻ നമുക്ക് കഴിയില്ലല്ലോ. ആ കുടുംബ ബന്ധം നിങ്ങൾ നന്നായി പുലർത്തണമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഉസ്താദിനിക്കും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിച്ച് എൻ്റെ വാക്ക് വിടാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു ಅಲೈಕುಂ. ಹೌದು, ಇದೀಗ ನಿಮ್ಮ ಮುಂದೆ ನಿಮ್ಮ ಮನಸ್ಸನ್ನೇ ಕಸಿದಿದ್ದ, ಮನುತನವನ್ನು ತಣಿಸಿದ್ದ, ಕಾತರದಿಂದ ಕಾಯುತ್ತಿದ್ದ, ಬಹಳ ಜಿದ್ದ ಪೈಪೋಟಿಯನ್ನೇ ನೀಡಿದ್ದ, ತೀರ್ಪುಗಾರರನ್ನು ಅಂಡಲಿಯುವಂತೆ ಮಾಡಿದ್ದ ಮಿಕ್ಸ್ ಸಾಂಗ್, ಚೈನ್ ಸಾಂಗ್, ಮಿಕ್ಸ್ ಝೋನ್ ವಿಭಾಗದ ಚೈನ್ ಸಾಂಗ್ ನ ಫಲಿತಾಂಶ ಪ್ರಕಟಣೆ. ಪ್ರಥಮ ಸ್ಥಾನವನ್ನು ಬಗ್ದಾದ್ ಟೀಮ್ನ ಫಾಯಿಜ್ ಅಂಡ್ ಟೀಮ್ ಅನ್ನು ಪಡೆದುಕೊಂಡಿದ್ದಾರೆ. ದ್ವಿತೀಯ ಸ್ಥಾನವನ್ನು ರಮ್ಶೀದ್ ಅಂಡ್ ಟೀಮ್ ಸಮರ್ಕಂದ್ ಪಡೆದುಕೊಂಡಿದ್ದಾರೆ. ತೃತೀಯ ಸ್ಥಾನವನ್ನು ಶಕೀಬ್ ಅಂಡ್ ಟೀಮ್ ಸಮರ್ಕಂದ್ ಪಡೆದುಕೊಂಡಿದೆ. ವೇದಿಕೆಯಲ್ಲಿ ಕೋಡ್ ಲೆಟರ್ ಬಿ. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. فهل أسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم. صدق الله العلي العظيم. وصدق وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ഏറ്റവും ആദരവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാർ, ഇവിടെ ഓർമ്മിച്ചു കൂടിയ നല്ലവരായ മുഅ്മിനീങ്ങൾ, എൻ്റെ പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഇവിടെ ഓർമ്മിച്ചു കൂടിയത് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തിൽ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിൻ്റെ ശേഷം അല്ലാഹു ആദ്യമായി ചെയ്തത് കുടുംബബന്ധം എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരൊക്കെ കുടുംബബന്ധം ചേർക്കുന്നുവോ അവരോട് ഞാൻ ചേർക്കും,
ആരൊക്കെ കുടുംബബന്ധം മുറിക്കുന്നുണ്ടോ അവരോട് ഞാൻ മുറിക്കും. അള്ളാഹുവിനിക്ക് ഏറ്റവും കോപമുള്ള വിഷയമാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ ധാരാളം ഇബാദത്ത് ചെയ്യും, ധാരാളം നോമ്പ് നോക്കുന്നതിൽ കണക്കില്ല, നിസ്കരിക്കുന്നതിൽ കണക്കില്ല, സ്വതക്ക കൊടുക്കുന്നതിൽ എണ്ണമില്ല, ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇവൻ സ്വന്തം വീട്ടുകാരോട് ശരിയില്ല, ഉമ്മയോട് മിണ്ടൂല, ഉപ്പയോട് മിണ്ടൂല, കുടുംബക്കാരോട് ശരിയില്ല. ഇവന്റെ നോമ്പ് റബ്ബിനിക്ക് വേണ്ടട്ടോ, ഇവന്റെ സ്വതക്ക റബ്ബിനിക്ക് വേണ്ടട്ടോ, ഇവൻ ചെയ്ത നിസ്കാരം റബ്ബിനിക്ക് ആവശ്യമില്ലട്ടോ, അവൻ ചെയ്ത ഇബാദത്തുകളൊക്കെ വെറുതെ ആയിപ്പോയി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യം കൂടിയാണ്. കുടുംബബന്ധം ചേർത്തിനില്ല എങ്കിൽ അവന്റെ ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല. സ്വന്തം ഉമ്മയോട് ചൊടിച്ച് അവൻ ചെയ്ത ഇബാദത്തുകൾ റബ്ബ് തട്ടിക്കളയുന്നതിൽ ഒരു സംശയവുമില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇമാമുകൾ പറയുന്നത് അത്തഖയ്യുദു ബിസിയാറ, കുടുംബത്തെ നീ സന്ദർശിക്കണം. നീ ഉമ്മാന്റെ അനുജയോട് സംസാരിക്കാതെ എത്ര കാലങ്ങളായി? സ്വന്തം ഉമ്മന്റെ അനുജത്തിയോട് സംസാരിക്കാതെ എത്ര കാലങ്ങളായി? എത്രയോ ആൾക്കാരോട് ഇങ്ങനെ ചൊടിച്ചാണ് ജീവിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കുടുംബത്തിൽ എത്രയോ ആൾക്കാർ കഷ്ടത്തിലുണ്ടാവൂ, സ്വന്തം കുടുംബത്തിൽ എത്രയോ ആൾക്കാർ രോഗികളായിട്ടുണ്ടാവൂ, പാവങ്ങളുണ്ടാവൂ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വന്തം കുടുംബത്തിൽ എത്രയോ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവൂ. നിങ്ങൾ മരിച്ച ആൾക്കാരോട് ഖബർ നിങ്ങൾ സന്ദർശിക്കണം. പാവപ്പെട്ട ആൾക്കാരുടെ വീട്ടിലേക്ക് നിങ്ങൾ സന്ദർശിക്കണം, രോഗിയോട് സന്ദർശിക്കണം, പാവങ്ങളെ കഷ്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധം മുറിച്ചവരെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞതെന്നറിയോ? കുടുംബ ബന്ധം മുറിച്ചവരോട് ഞാൻ ബന്ധം മുറിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പാരത്രിക ലോകത്തിൽ ബന്ധം മുറിച്ചവരെ വേറെ തന്നെ നിർത്തപ്പെടും. അവർ ബന്ധം നന്നാക്കിയാൽ വേറെ ഇബാദത്തിനിക്ക് നോട്ടമുണ്ട്. ബന്ധം മുറിച്ചാൽ അവൻ ചെയ്ത ഒരു ഇബാദത്തിനും തന്നെ നോട്ടമില്ലട്ടോ. ബന്ധം എങ്ങനെയാണ് പുലർത്തേണ്ടത്? സ്വന്തം കുടുംബക്കാരെ ഗുണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബബന്ധത്തെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബക്കാരോട് നല്ല നിലക്കാണ് വർത്തിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആവശ്യത്തിന് വന്നാൽ അവർക്ക് ആവശ്യം തീർത്തു കൊടുക്കും. പാവപ്പെട്ടവരായ അഹ്ലു സുഫയിൽപ്പെട്ട മഹാന്മാർ ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ وعلى آله وصحبه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور
وقال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه لها معان كموج البحر في مددي وفوق جوهره في الحسن والقيم. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, ഈ സുന്ദരവേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്തായി ഇറക്കിയ വിശുദ്ധ ഖുർആനിന്റെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരൽപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിന് ധാരാളം മഹത്വങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകളിൽ വിസ്മയമായ ഒരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്നതിനും ധാരാളം മഹത്വങ്ങളുണ്ട്. മാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്യുന്നതിനും മഹത്വങ്ങളുണ്ട്, അതിനെ കേൾക്കുന്നതിനും മഹത്വങ്ങളുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, വെറും ഒരു സൂറത്തുൽ ഫാത്തിഹയിൽ 70 ഒട്ടകങ്ങൾ ചുമക്കുന്ന ഇൽമ എൻ്റെ അടുത്തുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെറും ഫാത്തിഹയിൽ മാത്രം 70 ഒട്ടകങ്ങൾ ചുമക്കുന്ന ഇൽമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ മഹത്വം എത്രയാണ്, അതിൽ നിന്ന് കിട്ടുന്ന മഹത്വങ്ങൾ എത്രയാണ്. തുടർന്നു കൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങളും വിശുദ്ധ ഖുർആനിൽ ഒരുമിച്ച് കൂടുന്നു. വിശുദ്ധ ഖുർആനിൽ അടങ്ങിയ എല്ലാ ആശയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങുന്നു. സൂറത്തുൽ ഫാത്തിഹയിലുള്ള എല്ലാ ആശയങ്ങളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു ആയത്തിൽ അടങ്ങുന്നു. അപ്പോൾ ഈ ഫാത്തിഹയുടെയും സൂറത്തിന്റെയും എല്ലാ മഹത്വങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു തന്റെ സുനനിൽ വിശദീകരിക്കുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് ഒരു ഹർഫ് ഒരാൾ ഓതിയാൽ അവനിക്കതിന് പ്രതിഫലമുണ്ട്. തുടർന്ന് കൊണ്ട് പറയുന്നു, വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഒരു ഹർഫിന്റെ പ്രതിഫലം 10 ഇരട്ടിയായി അവനിക്ക് ലഭിക്കുന്നു. തുടർന്ന് മഹാനവറുകൾ പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല, മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഇങ്ങനെ ഓരോ ഹർഫിനും 10 ഇരട്ടി പ്രതിഫലങ്ങളാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു സൂറത്തിൽ നിന്ന് ലഭിക്കുന്ന മഹത്വങ്ങൾ എത്രയാണ്. വിശുദ്ധ ഖുർആൻ ഖത്മ തീർത്താലുള്ള പ്രതിഫലം ഇരട്ടിക്കിരട്ടിയാണ്. അതല്ലേ, അതിന്റെ മഹത്വമല്ലേ ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു ബുർദയിൽ വിശദീകരിക്കുന്നത്, ലഹാ മആനിൻ കമൗജിൽ ബഹ്രി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ കടലിലെ തിരമാലകൾക്കപ്പുറമാണ്. അതിന്റെ മഹത്വങ്ങൾ തിളങ്ങുന്ന മുത്തുരത്നങ്ങളെക്കാളും അപ്പുറമാണ്.
ആ ഖുർആനിനെ കണ്ടാൻ എത്രയോ ആൾക്കാർ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചത്, ഇസ്ലാമിലേക്ക് അങ്ങ് കടന്നു വരുന്നത്. മറ്റൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരാൾ, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ഒരാൾ, പിന്നെ എൻ്റെ ഹബീബിന്റെ മദഹിലായി തീരുന്ന ഒരാൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അഅതൈതുഹു അഫ്ളല മാ ഉഅതിയ സ്സായിലീൻ, ഞാൻ അവർക്ക് മറ്റു ചോദിച്ചവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമായതിനെ കൊടുക്കുമെന്നാണ്. കാരണം അവൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ചോദിക്കുന്നവനാണ്, അവൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്, അവന്റെ ഹബീബിന്റെ മദഹിലായി ജീവിക്കുന്നവനാണ്. ഈ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു അവനിക്ക് കൊടുക്കുമെന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഖുർആനിന്റെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരു ചെറിയ വേദിയിലോ ഒരു വലിയ കിതാബിലോ സാധ്യമല്ല. കാരണം അത്രയും വിശാലവും പ്രവിശാലമായതാണ് ഖുർആനിന്റെ മഹത്വവും വിശദീകരണങ്ങളും എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಈ ಸ್ಪರ್ಧೆ ಮುಗಿದ ತಕ್ಷಣ ಕಬಾಲಿ ಸ್ಪರ್ಧೆ ನಡೆಯಲಿದ್ದು ಸ್ಪರ್ಧಾಳುಗಳು ಆದಷ್ಟು ಬೇಗ ಗ್ರೀನ್ ರೂಮಿನತ್ತ ಬರಬೇಕಾಗಿ ವಿನಂತಿ. ವೇದಿಕೆಯಲ್ಲಿ